ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാൻ കായംകുളത്ത് പോയിട്ടുണ്ടായിരുന്നേ. കാരണം വിളിക്കാൻ ഇപ്പം വ്യാഴാഴ്ച ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ. അപ്പോൾ ബുധനാഴ്ച വൈകിട്ടാണ് വിളിക്കാൻ പോയത്. ഹോളിഡേ ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കായംകുളം മാക്സ് വന്നിട്ടുണ്ട് കായംകുളത്ത്. ബർത്ത്ഡേക്കൊന്നും വാങ്ങിയില്ലല്ലോ, അപ്പം ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ എൻ്റെ മെയിൻ ഉദ്ദേശം വീഡിയോ എടുക്കും. അതുപോലെ എനിക്കൊരു ടോപ്പ് മാത്രം മതിയായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ കഴിഞ്ഞ മാസം ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സ് മോന് എറണാകുളത്തെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ കായംകുളം ട്രെൻഡ്സിൽ കയറിയിട്ട് ഷോപ്പിംഗ് ഒക്കെ ആവശ്യത്തിന് നിലവാരം നടത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ടോപ്പ് മാത്രം മതിയായിരുന്നു. പിന്നെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ എടുപ്പ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാക്സിൻ്റെ അവിടെ വന്നേ. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇഷ്ടംപോലെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ട്രെൻഡ്സിൻ്റെ അവിടുത്തെ പോലെ വലിയ സ്ലോപ്പ് പോലല്ല, നമുക്ക് നല്ല രീതിയിൽ പാർക്ക് ചെയ്യാം. കാരണം എന്നെപ്പോലെ വണ്ടി ശരിക്കും പാർക്ക് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഈ ട്രെൻഡ്സിൽ സ്ലോപ്പ് ആയതുകൊണ്ടേ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സ്ലോപ്പാണ്, എന്നാലും ഒരുപാടങ്ങ് സ്ലോപ്പിലല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ട് അവിടെ എനിക്ക് വലിയ ടോപ്പായിരുന്നു വേണ്ടത്. ഫുള്ള് അല്ലാതുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. ഈ ഷർട്ടും പിന്നെ ടീഷർട്ട് മോഡലും ജീൻസും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ ഞാൻ ഈ ഷർട്ട്സിൽ നോക്കിയപ്പം എനിക്ക് എൻ്റെ സൈസിനൊട്ടത് ഉള്ളത് താഴെ അവിടെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നെ എല്ലാം ഭയങ്കര പാർട്ടി വെയർസ് ടൈപ്പ് ഉള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു, അതെനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി മനസ്സിലായി താഴെ ഒന്നും ഇല്ലയെന്ന് മനസ്സിലായി. അന്നേരമാണ് അവിടെ ഒരാൾ നിന്നപ്പം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മേളിലോട്ട് പോക്കോ, ലേഡീസിനുള്ള ടോപ്സൊക്കെ അവിടെ ആണ് ഉള്ളത്, അപ്പോൾ അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കിയുള്ള വീഡിയോസുള്ള താഴെ ഉള്ളതൊക്കെ ക്യാപ്ചർ ചെയ്ത് ഇത് ഇവിടെ കണ്ടോ, പാർട്ടി വെയർസൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പിന്നെ നമ്മൾ പാർട്ടി വെയർ എടുക്കാൻ വന്നതല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങ് മാറി. അല്ലെങ്കിൽ അതും പൊക്കിക്കൊണ്ട് ചിലപ്പോൾ ഞാൻ പോയേനെ. അപ്പോൾ അങ്ങനെ അവിടെ സംഭവങ്ങളെല്ലാം ഏകദേശം എല്ലാം ഷൂട്ട് ചെയ്ത്, ബാഗ്സ് സകല സാധനമുണ്ട്, ഷൂസ്. പിന്നെ നമുക്ക് ഇവിടെ ഈ ട്രെൻഡ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറേ അടുത്ത് വില കുറവുള്ളിടത്തെല്ലാം ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ റേറ്റ് എഴുതിയിട്ടുണ്ട്, ഈച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബൈ 2 ആണ് റേറ്റ് കുറവുള്ളിടത്തെല്ലാം അവിടെ എഴുതി വെച്ചിരുന്നത് മാക്സിൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ മുകൾ ഭാഗത്തോട്ട് പോയപ്പം ഫുള്ള് പിള്ളേരുടെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും. ഞാൻ ടോയ്സൊക്കെ കണ്ടപ്പം നേരെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ടോപ്പ് എടുക്കാൻ തന്നെ അങ്ങോട്ട് പോയി. കാരണം ഞാൻ ടോയ് സെക്ഷനിൽ പോയി എന്തായാലും ടോയ്സ് മേടിക്കും. പക്ഷേ റേറ്റ് സാധാരണ ഒരു ടോയ് പോലെ നല്ല റേറ്റാണ്. ഞങ്ങൾ നേരത്തെ ഓൾറെഡി കരുനാഗപ്പള്ളി മാക്സിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഭയങ്കര അപാര റേറ്റുമാണ്. അതുപോലെ തന്നെ ക്ലോത്ത്സ് എല്ലാം നല്ല അടിപൊളിയാണ്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടോപ്സൊക്കെ എന്തോ കഴുകി തേച്ച് വെച്ചേക്കുന്ന പോലെ ഒരു ഇത് തോന്നി. ടോപ്സ്, ലേഡീസിൻ്റെ ടോപ്സ് മാത്രം കേട്ടോ. ടോപ്സും അതുപോലെ തന്നെ ജോഡിയായിട്ടുള്ളതുകൊണ്ട് പാൻറ്റും ഷോളും എല്ലാം കൂടെ ഉള്ള ടൈപ്പും, അതും എനിക്ക് അതുപോലെ തന്നെയാണ് തോന്നിയത്. കാരണം അവിടെ പോയപ്പോൾ ഈ സെയിം ഇത് തന്നെ തോന്നിയത്. ഇവിടെ വന്നപ്പോഴും എന്തോ കഴുകി തേച്ച് വെച്ചേക്കുന്ന പോലെ. എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്. പക്ഷേ ബാക്കി ഡ്രസ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അതുപോലെ എല്ലാ ടോപ്സും എനിക്ക് അങ്ങനെ തോന്നിയില്ല, എന്നാലും ചിലതൊക്കെ. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞാൽ വൈറ്റ് നോക്കാൻ പറഞ്ഞു. വൈറ്റ് വേണ്ട, പെട്ടെന്ന് തന്നെ ഞാൻ കറയാക്കാം, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കല്ല സിമ്പിളായിട്ടുള്ള ടോപ്പ് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവസാനം ടോപ്സെല്ലാം കിടക്കുന്നിടത്തോട്ട് വന്നത്. അങ്ങനെ ഞാനൊരു ടോപ്പ് ഇട്ട് നോക്കിയപ്പം ഡ്രസ്സിൻ്റെ മുകളിലാണ് ഇട്ട് നോക്കിയത്. കുറച്ചൊരു ഡ്രസ്സിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് തന്നെ കൈക്ക് ചെറിയൊരു എന്തായിരുന്നു, ഒന്ന് വലിച്ച് പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ കളറും വലുതായിട്ട് ഇഷ്ടപ്പെടില്ല, ഒരു ഗ്രേ കളറായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ബ്ലൂ കളർ, അതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ആ ഫ്രണ്ട് പാറ്റേൺ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം സിമ്പിൾ ഇങ്ങനെ ബട്ടൺസ് വെച്ചേക്കുന്ന പോലെ ഒരു ഇതായിരുന്നു. അവസാനം പിന്നെ ഞാൻ വേറെ ഒരെണ്ണം എടുത്തു. അതിനാണെങ്കിൽ കളറ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഹസ്ബൻഡ് ആ സമയത്ത് ഇങ്ങനെ കിഡ്സ് സെക്ഷനിലോട്ട് പോയി. മോൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ ഈ ഒരെണ്ണമാണ് എടുത്തത്. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പ് എടുത്തത്. ഇതേ മോൾക്ക് പിന്നെ ഒരു കുഞ്ഞ് റോംബർ ടൈപ്പ്, റോംബർ അല്ല പക്ഷേ ആ ഒരു ടൈപ്പ് പാൻറ്റ് മുകളത്തെയും കൂടെ ഒന്നിച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ അതും വാങ്ങി ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ബില്ലും അടിച്ചു. അതുപോലെ വേറൊരു കാര്യം കൂടെ, നമ്മളൊരു 3000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 500 കൂപ്പണൊക്കെ ഉണ്ട് 31 ഓഗസ്റ്റ് വരെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നല്ല പർച്ചേസൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ, ഒരുപാട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരാം. ഞാൻ ജസ്റ്റ് ടോപ്പും നമുക്കൊരു കുഞ്ഞുടുപ്പും എടുത്തുള്ളൂ, അത് നമുക്ക് അത്രയും ആയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.